സ്നേഹം നിറഞ്ഞവരെ, പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ആരാധനയുടെ മണിക്കൂറിലേക്ക് പ്രവേശിക്കാം. കോടിക്കണക്കിന് മലാഖമാർ നമ്മോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് അണിനിരക്കുന്ന ഈ സമയത്ത് സ്വർഗവാസികളോട് ചേർന്ന് സകല വിശുദ്ധരോടും ചേർന്ന് നമുക്ക് ഈ പരിശുദ്ധമായ ആരാധനയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ നിയോഗങ്ങളെല്ലാം കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിക്കാം. മനസ്സ് തുറന്ന് ആരാധിക്കുവാനൊരു കൃപ ദൈവം നമുക്ക് നൽകട്ടെ. എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അധരങ്ങളിൽ ദൈവസ്തുതികൾ നിറയുവാനിടയാകട്ടെ. ഒത്തിരി ഭക്തിയോടുകൂടി നമുക്ക് ഈ ആരാധന ഇവിടെ ആരംഭിക്കാം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളോടുള്ള സ്നേഹത്താല് ഞങ്ങളോട് കൂടെ ആയിരിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളുടെ ആത്മാവും ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ മനസ്സും ഞങ്ങൾക്കുള്ളതെല്ലാം കർത്താവേ ഞങ്ങളുടെ പാത്തെങ്കിൽ ഞങ്ങൾ സമർപ്പിച്ച് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തമ്പുരാനെ, ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾ ബലഹീനരാണ്. അങ്ങയുടെ കൃപയില്ലാതെ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. സ്വർഗം തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ കർത്താവേ, എല്ലാം മറന്ന് അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലതും അങ്ങയുടെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട് സകല പുകഴ്ചകളും അങ്ങേക്ക് ഉയർത്തിക്കൊണ്ട് അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവർ, നമുക്ക് ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവായ ഈശോയെ, പ്രത്യേകമായിട്ട് ആരാധനയില് നിയോഗമായിട്ട് ഞങ്ങൾ ഉയർത്തുക. തമ്പുരാനെ, വിവാഹം എന്നുള്ള ആ ഒരു ദൈവവിളിക്ക് അങ്ങ് തിരഞ്ഞെടുത്ത മക്കള്, എന്നാൽ വിവിധങ്ങളായ കാരണങ്ങളാൽ വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കാതെ വിഷമിക്കുന്നവര്,
വിവാഹ തടസ്സം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും കർത്താവേ ഈ പരിശുദ്ധമായ ആരാധനയിൽ അങ്ങയോട് ചേർത്ത് വയ്ക്കുകയാണ്. കർത്താവെ, തടസ്സങ്ങൾ അങ്ങ് എടുത്തു മാറ്റണമേ, കെട്ടുകൾ അഴിക്കണമേ. വിവാഹമെന്നുള്ള ആ ഒരു ജീവിതാന്തസ്സിലേക്ക് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന മക്കള് കർത്താവെ, അങ്ങ് അവർക്കായി ഒരുക്കിയിരിക്കുന്ന ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനായിട്ട്, തിരിച്ചറിയുവാനായിട്ട്, ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട്, സന്തോഷകരമായ അവരുടെ ജീവിതത്തിലൂടെ അങ്ങേ മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള കൃപ ഞങ്ങൾ യാചിക്കുകയാണ് ഈശോയെ. ഈ ആരാധനയിൽ പ്രത്യേകമായിട്ട് വിവാഹത്തിനായി ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ യുവതി യുവാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി വർഷങ്ങളായി വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ വേദനിക്കുന്ന എല്ലാ മക്കളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ തോന്നണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സമയത്ത് വിവാഹത്തിനായി പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും, ഒത്തിരിയേറെ ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ വേദനിക്കുന്നവരെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധന ദൈവത്തിൻ്റെ സ്തുതിക്കായിട്ട് സമർപ്പിക്കാം. എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. കർത്താവേ, അങ്ങേ പാദങ്ങൾ ചുംബിച്ച് നിങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന മക്കളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. പ്രത്യേകിച്ച് വിവാഹമെന്നുള്ള കുദാശയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കള്, അവരെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവരെല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് പിതാവേ, ഇത് അങ്ങയുടെ സന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ച് ഞങ്ങളുടെ പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് അങ്ങയുടെ ഈ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കണമേ. തടസ്സങ്ങൾ മാറ്റി വിവാഹ അന്തസ്സിലേക്ക് അങ്ങ് വിളിച്ചിരിക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ ജീവിത പങ്കാളി കണ്ടെത്താനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് രണ്ട് കരങ്ങളും ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്താം. ഒരുപക്ഷെ നമുക്ക് വേണ്ടി തന്നെയായിരിക്കാം നമ്മൾ പ്രാർത്ഥിക്കുക, അതല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികൾക്കായിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കൾക്കായിരിക്കാം. ആർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക? പ്രത്യേകിച്ചും വിവാഹ തടസ്സം മാറി വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമ്മുടെ മനസ്സിലിപ്പോൾ തോന്നുന്ന എല്ലാ വ്യക്തികളെയും നമുക്ക് കരങ്ങളിൽ ഉയർത്തി കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ഉയർത്തിയ കരങ്ങളിൽ ആ വ്യക്തികളെ നമുക്ക് സമർപ്പിക്കാം. വലിയ അഭിഷേകം ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഉയരട്ടെ. ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വലിയ കൃപ ചൊരിഞ്ഞുകൊണ്ട് ഈ സമയത്ത് തടസ്സങ്ങളെല്ലാം മാറ്റി അവരുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആ തടസ്സങ്ങൾ മാറ്റി വിവാഹവേദിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട്, വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കുവാനായിട്ട് തടസ്സങ്ങളെല്ലാം മാറ്റി ഈശോ അനുഗ്രഹിക്കട്ടെ. ഒന്ന് ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് നമുക്കൊന്ന് ദൈവത്തെ ആരാധിക്കാം. നമ്മൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെല്ലാം മുഖം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവാഹത്തിനായി ഒരുങ്ങിയിരിക്കുന്ന എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തടസ്സങ്ങൾ മാറട്ടെ, ദൈവം ഇടപെടട്ടെ, എല്ലാ ബന്ധനങ്ങളുമായിട്ട് തിന്മകൾ വിട്ടുപോകട്ടെ യേശുനാമത്തിന് ശക്തിയാല്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. കർത്താവേ, നാട്ടുനടപ്പനുസരിച്ച് വിവാഹത്തിൻ്റെ പ്രായമെല്ലാം കഴിഞ്ഞ യുവതി യുവാക്കളുടെ പക്കലേക്ക് സമർപ്പിക്കുക ഈശോയെ. ഒരുപക്ഷെ ആദ്യം വന്ന നല്ല ആലോചനകളെല്ലാം മാറ്റി നിർത്തി നല്ലത് വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. അവസാനം ആലോചനകളൊന്നും വരാതെ ആയപ്പോഴും നിരാശപ്പെട്ട് കഴിയുന്ന മക്കള്, ദൈവമേ, ഞാനെടുത്ത തീരുമാനം തെറ്റായിരുന്നോ? യഥാർത്ഥ ജീവിത പങ്കാളി മുന്നിൽ വന്നിട്ട് മാറ്റിക്കളഞ്ഞതാണോ ഞങ്ങൾ എന്നുള്ള കുറ്റബോധത്തിലെല്ലാം കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണ തോന്നണമേ. അവരുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ. മറ്റാരോടും പങ്കുവയ്ക്കാനാവാത്ത നൊമ്പരങ്ങളുമായി നടക്കുന്നവരെ നിന്റെ പക്കലേക്ക് സമർപ്പിക്കുന്ന ഈശോയെ, അങ്ങ് കരുണ തോന്നണമേ. തടസ്സങ്ങൾ മാറ്റി കർത്താവേ, അങ്ങ് അവർക്കായി ഒരുക്കിയിരിക്കുന്ന ജീവിത പങ്കാളി കണ്ടെത്താനുള്ള കൃപ ആ മക്കൾക്ക് എല്ലാവർക്കും നൽകണമേ. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും വിവാഹത്തിനായി ഒരുങ്ങുന്ന എല്ലാവരെയും ചേർത്ത് വെച്ച് ആരാധിച്ച് നമുക്ക് പാടി പുകഴ്ത്താം ദൈവത്തെ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? കർത്താവേ, മക്കളുടെ വിവാഹം ഒന്ന് നടന്നു കാണുവാനായിട്ട് നൊന്തുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഈശോ അങ്ങയുടെ പാദത്തിങ്കിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. കണ്ണുനീരോടെ അവർ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കേൾക്കുന്നില്ലോ എന്നുള്ള വേദനകൾ. തമ്പുരാനെ, ഞായറാഴ്ച കുർബാനയ്ക്കെല്ലാം പോകുമ്പോൾ മറ്റു പലരുടെയും വിവാഹ അറിയിപ്പുകളൊക്കെ വായിച്ച് കേൾക്കുമ്പോൾ എൻ്റെ മകന്, എൻ്റെ മകൾക്ക് വിവാഹം നടക്കുന്നില്ലോ എന്നുള്ള വേദനയാൽ നൊമ്പരപ്പെട്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ചേർത്ത് വയ്ക്കുക ഈശോയെ. അവരുടെ കണ്ണുനീരങ്ങ് കാണണമേ. അവരുടെ നുറുങ്ങിയ ഹൃദയം അങ്ങ് കാണണമേ ഈശോയെ. അവരുടെ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ട്, അവരുടെ നൊമ്പരങ്ങൾ കണ്ടുകൊണ്ട് കർത്താവെ, അവരുടെ മക്കളുടെ വിവാഹ തടസ്സങ്ങൾ മാറ്റി കുടുംബജീവിത അന്തസ്സിലേക്ക് പ്രവേശിക്കുവാനായിട്ട് മക്കളെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാ മാതാപിതാക്കളെയും, പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടി, ഒരു വിവാഹത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെയും നൊമ്പരങ്ങൾ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തി നമുക്ക് ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കാം. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ യുവതി യുവാക്കളിൽ പലരും സ്വന്തം ജീവിതം മറന്നുകൊണ്ട് കുടുംബത്തെ സ്നേഹിച്ചവര്, മാതാപിതാക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരൊക്കെയാണ്. രോഗികളായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയൊക്കെ ജീവിതം മാറ്റിവെച്ച് ജീവിക്കാൻ മറന്നുപോയവര്, അവസാനം സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയായപ്പോൾ, പരാബ്ദങ്ങളെല്ലാം ഒന്ന് അടങ്ങിയെന്നൊക്കെ ചിന്തിച്ചപ്പോൾ വിവാഹം ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയവര്,
തമ്പുരാനെ ചേർത്ത് വയ്ക്കുകയാണ്. കരുണ കാണിക്കണമേ. അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, മനുഷ്യൻ ഏകനായിരിക്കുന്ന നല്ലതല്ല, ചേർന്ന ജീവിത പങ്കാളിയെ ഞാൻ നൽകും. കർത്താവേ, ആ മക്കൾക്ക് അങ്ങ് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം അങ്ങ് പൂർത്തിയാക്കണമേ. തടസ്സങ്ങൾ മാറ്റി അവർക്ക് വേണ്ടി അങ്ങ് അനാദിയിൽ ഒരുക്കിയിരിക്കുന്ന ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും തിരിച്ചറിയുവാനും കുടുംബത്തിലേക്ക് സ്വീകരിക്കുവാനും സന്തോഷകരമായ കുടുംബജീവിതത്തിലൂടെ അങ്ങ് മഹത്വപ്പെടുത്തുവാനും അവരെ അനുഗ്രഹിക്കണമേ. തടസ്സങ്ങളെല്ലാം മാറ്റി ആ മക്കളെ അനുഗ്രഹിക്കണമേ. നമുക്ക് ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കാം. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. തമ്പുരാനെ, ഒരുപക്ഷെ ചെറുപ്പത്തിൻ്റെ ആ ഒരു ഒഴുക്കില് ചില പ്രേമബന്ധത്തിലൊക്കെ വന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ തടസ്സങ്ങൾ, കുടുംബത്തിലും തടസ്സങ്ങൾ, സമൂഹത്തിലും തടസ്സങ്ങൾ, എന്നാൽ വേണ്ടാന്നെല്ലാം വെച്ച് മാറ്റിവെച്ചു. എന്നാൽ ഇപ്പോൾ വിവാഹം നടക്കാത്ത അവസ്ഥകൾ, എൻ്റെ മാതാപിതാക്കളാണ് എൻ്റെ ജീവൻ തകർത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം ശപിച്ച് ജീവിക്കുന്ന മക്കളും തമ്പുരാനെ ചേർത്ത് വെക്കുകയാണ്. വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ സമയത്ത് വിവാഹം കഴിക്കാൻ പറ്റാതെ വന്നു, പിന്നീട് വിവാഹം നടക്കാതെയായി. അതിൻ്റെതായ നൊമ്പരങ്ങൾ കൊണ്ട് സ്വയം ശപിച്ച് ജീവിക്കുന്ന മക്കള് കർത്താവെ നിന്റെ പക്കലേക്ക് ചേർത്ത് വയ്ക്കുന്നു. തടസ്സങ്ങൾ മാറട്ടെ. അങ്ങ് മനസ്സാവുന്നെങ്കിൽ ദൈവമേ, എല്ലാ തടസ്സങ്ങളും മാറ്റി അവർക്ക് സന്തോഷകരമായ ഒരു കുടുംബജീവൻ നൽകി അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്ന എല്ലാവരെയും, വിവാഹത്തിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സകലരെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഇത് അത്ഭുതത്തിൻ്റെ നിമിഷമാണ്. ഇത് കർത്താവ് ഇറങ്ങി വരുന്ന നിമിഷമാണ്. ഇത് കർത്താവ് കെട്ടുകൾ അഴിച്ച് സ്വതന്ത്രമാക്കുന്ന നിമിഷങ്ങളാണ്. നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് എല്ലാവരെയും കർത്താവിന്റെ പക്കൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ, മാറയെ മധുരമായി തീർത്തവൻ, മാറാത്തവൻ, ചിറകിൽ മറയ്ക്കുന്നവൻ, മഹത്വത്തിലെന്നെ ചേർക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. കർത്താവേ, വലിയ കടബാധ്യതകളൊക്കെ വന്നപ്പോൾ എല്ലാം മറന്ന് കുടുംബത്തിന് വേണ്ടി ജീവിച്ചു. കടബാധ്യതകൾ തീർക്കാൻ പരിശ്രമിച്ചു. ഇളയത്തിങ്ങളെ വളർത്തി വലുതാക്കി. അവസാനം ഒറ്റപ്പെട്ടു പോയ അവസ്ഥകൾ, തങ്ങളെക്കാളും താഴ്ന്നവരൊക്കെ വിവാഹം കഴിച്ചു പോയപ്പോഴും ഒറ്റയ്ക്കായി പോയവര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഉത്സാഹിച്ചതുപോലെ എനിക്ക് വേണ്ടി ഉത്സാഹിക്കാൻ ആരും ഉണ്ടായില്ലല്ലോ എന്നുള്ള മൗന നൊമ്പരങ്ങളൊക്കെ ആയിട്ട് കഴിയുന്നവര് കർത്താവെ ചേർത്ത് വയ്ക്കുകയാണ്. അങ്ങേക്കറിയാമല്ലോ ഒരു മനസ്സിൻ്റെ നൊമ്പരങ്ങൾ. കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. കൈപിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. കർത്താവെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഇത് അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ അണയുന്നു. തടസ്സങ്ങൾ മാറ്റണമേ, കരുണ കാണിക്കണമേ, കൃപയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. ചേർത്ത് വെച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ,
അങ്ങയുടെ ജീവിതത്തിൽ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് ഒരു വിവാഹ വീട്ടിലാണല്ലോ കർത്താവേ. ശിഥിലമാകാമായിരുന്ന ഒരു കുടുംബ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു ചെന്നു. ഒരു അസ്വസ്ഥതകളെടുത്ത് മാറ്റി അങ്ങ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. തമ്പുരാനെ, ഈ ആരാധനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കുടുംബജീവിതമാവുന്ന ദൈവവിളി നൽകി അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ ആ വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ പറ്റാതെ തടസ്സപ്പെട്ട് നിൽക്കുന്ന എല്ലാ മക്കളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കരുണ തോന്നണമേ. എല്ലാവരുടെ മേലും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഭക്ഷിക്കണമേ. പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ വിവാഹത്തിനായി പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയാണല്ലോ ആ വിവാഹ വീട്ടിൽ, ആ കനായിലെ കല്യാണ വീട്ടിൽ അവിടുത്തെ അസ്വസ്ഥത തിരിച്ചറിഞ്ഞ് കർത്താവെ അങ്ങയുടെ പക്കൽ ആ പ്രശ്നം അവതരിപ്പിച്ചത്. കർത്താവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ലോകത്തുള്ള സകല പ്രദേശങ്ങളിലെയും എല്ലാവരുടെയും ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അങ്ങേ പരിശുദ്ധമ്മ മാതാവ് അങ്ങയുടെ സന്നിധിയിൽ അവർക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതാൽ, അങ്ങയുടെ പ്രത്യേക ഇടപെടലാൽ എല്ലാ കുടുംബങ്ങളിലേക്കും ശാന്തി, സമാധാനവും സന്തോഷവും കടന്നു വരട്ടെ. ചേർത്ത് വെച്ച് നമുക്ക് പരിശുദ്ധ അമ്മയോട് കൂടെ നമ്മുടെ ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കാം. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. കർത്താവാശുവേ, അവസാനമായി ചില ചതിക്കപ്പെട്ട പ്രേമബന്ധങ്ങളുടെ വേദനയിൽ കഴിയുന്നവര് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, വർഷങ്ങൾ കൂടെ ഒരുമിച്ച് നടന്നു. എന്നാൽ പ്രത്യേക ഘട്ടത്തിൽ തങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹത്തിൻ്റെ പിന്നാലെ പോയെന്നുള്ള ആ ഒരു കുറ്റബോധത്താലെല്ലാം വിഷമിക്കുന്നവര്, താൻ ചതിക്കപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കുന്നവര്, ഇനി വിവാഹം പോലും വേണ്ട എന്നൊക്കെ ഒരു നിരാശയിലെടുത്ത് തീരുമാനമെടുത്ത് നടക്കുന്നവര്, കർത്താവെ എല്ലാവരും ഞങ്ങളുടെ പക്കലേക്ക് സമർപ്പിക്കുക. ഞങ്ങളുടെ സൗഖ്യം ഒഴുകട്ടെ. ഈ അത്ഭുതത്തിൻ്റെ നിമിഷത്തിൽ നിന്റെ കൃപ ഒഴുകട്ടെ. കർത്താവ് എല്ലാ മക്കളിലേക്കും നിന്റെ സമാധാനം കടന്നു വരട്ടെ. എല്ലാ പൈശാചിപീഡനം വിട്ടുപോട്ടെ. എല്ലാ തിന്മകളും നിരാശയും വിട്ടുപോട്ടെ. സന്തോഷത്തോടു കൂടി ദൈവമേ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുവാനായിട്ട്, ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട്, കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിനായിട്ട് താഴ്മയോടെ കാത്തിരിക്കുവാനായിട്ട് എല്ലാ യുവതി യുവാക്കളെയും അനുഗ്രഹിക്കണമേ. അവരുടെ നിരാശകളെല്ലാം വിട്ടുമാറട്ടെ. പ്രത്യാശയോടുകൂടെ അങ്ങയുടെ പാതയിലൂടെ നടക്കുവാനായിട്ട്, അങ്ങയുടെ വചനത്തെ മുറുകെ പിടിക്കുവാനായിട്ട്, ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ സഞ്ചരിക്കുവാനായിട്ടുള്ള കൃപ എല്ലാ യുവതി യുവാക്കൾക്കും നൽകണമേ. ഒരിക്കൽ കൂടി എല്ലാവരെയും ചേർത്ത് വെച്ച് നമുക്ക് ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കാം. നിശബ്ദമായിട്ട് നമുക്ക് ഈ സമയത്ത് നമുക്കറിയാവുന്ന വ്യക്തികളെല്ലാം ചേർത്ത് വയ്ക്കാം. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥന ഉയരട്ടെ. ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന ഉയരട്ടെ. എല്ലാ തടസ്സവും മാറട്ടെ. ദൈവത്തിൻ്റെ വലിയ അത്ഭുതം കാണുവാനായിട്ട് ഇടവരട്ടെ. നിശബ്ദമായിട്ട് നമ്മുടെ നിയോഗങ്ങൾ ആർക്കെല്ലാം വേണ്ടി നമ്മൾ ഈ ആരാധന പ്രാർത്ഥിച്ചു അവരെല്ലാം ഒരിക്കൽ കൂടി ചേർത്ത് വയ്ക്കാം. ഒരിക്കൽ കൂടി കരങ്ങളൊന്ന് ഉയർത്തി ഹൃദയം ഒന്ന് തുറന്നൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി. കർത്താവേ, കെട്ടുകൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. തടസ്സങ്ങൾ വിട്ടുപോട്ടെ, അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ, എല്ലാ ബന്ധനവും അഴിയട്ടെ, തിന്മകൾ വിട്ടുപോട്ടെ, ദൈവകൃപ കടന്നു വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങാം. വിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ
കടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.